വെജിറ്റേറിയൻ ഡയറ്റ്, മിക്സഡ് ഡയറ്റ്, കാർണിവോറസ് ഡയറ്റ്, കീറ്റോ ഡയറ്റ്, ഒമാഡ് ഡയറ്റ്, അങ്ങനെ ഒത്തിരി തരം ഡയറ്റുകളെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ ഡയറ്റുകളൊക്കെ ഫോളോ ചെയ്യുന്നവർ അവകാശപ്പെടുന്നത് ഇവർ ഈ പറയുന്ന ഡയറ്റാണ് മനുഷ്യന്മാർക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഡയറ്റ്, മനുഷ്യൻ ട്യൂൺ ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇന്ന ഡയറ്റിന് വേണ്ടിയിട്ടാണ്. അങ്ങനെയൊക്കെയാണ്. യഥാർത്ഥത്തിൽ മനുഷ്യൻ എവല്യൂഷൻ പ്രകാരം ഇതിൽ ഏത് ഡയറ്റാണ് മനുഷ്യന് ഏറ്റവും ശരിയായി ചേരുക? അതിനുള്ള ഉത്തരം എന്താണെന്ന് വെച്ചാൽ ഇത്തരം എല്ലാത്തരം ഡയറ്റുകളും മനുഷ്യന് ചേരുന്ന ഡയറ്റുകൾ തന്നെയാണ്. ഇതിൻ്റെ കാരണം വളരെ സിമ്പിളാണ്. മനുഷ്യന്മാർ എന്ന് പറഞ്ഞാൽ മനുഷ്യവർഗത്തിൽപ്പെട്ട ജീവികൾ ഈ ഭൂമിയിൽ ഉണ്ടായിട്ട് 20 ലക്ഷം വർഷങ്ങൾ കഴിഞ്ഞു. 20 ലക്ഷം എന്ന് പറയുന്ന ഒരു വലിയ സംഖ്യയാണ്. മനുഷ്യന്മാർ, അതായത് നമ്മളെപ്പോലുള്ള ബുദ്ധിയുള്ള മനുഷ്യന്മാരുണ്ടായിട്ട് തന്നെ 2 ലക്ഷം വർഷങ്ങൾ കഴിഞ്ഞു. അതിൻ്റെ അകത്ത് കൃഷി തുടങ്ങിയിട്ട് മനുഷ്യനൊരു സ്ഥലത്ത് സെറ്റിൽ ചെയ്ത് ജീവിക്കാൻ തുടങ്ങിയിട്ടൊക്കെ വെറും 10,000 വർഷങ്ങളായിട്ടുള്ളൂ. ഈ 20 ലക്ഷം വർഷക്കാലം ആളുകൾക്ക്, അതായത് മനുഷ്യവർഗത്തിൽപ്പെട്ട ജീവികൾക്ക് ഒരേ കാലാവസ്ഥയായിരുന്നില്ല, പലതരം കാലാവസ്ഥയായിരുന്നു, പലതരം ഭക്ഷണങ്ങളുടെ അവൈലബിലിറ്റി വ്യത്യാസം ഉണ്ടായിരുന്നു. എപ്പോഴും ഭക്ഷണം കിട്ടിക്കൊണ്ടൊന്നുമില്ല. ചില സീസണിൽ എപ്പോഴും കിട്ടും, ചില സീസണിൽ ദിവസം ഒരിക്കലെങ്കിലും കഴിച്ചാലായി നായി. അപ്പം ഇത്തരം വ്യത്യസ്തമായ സാഹചര്യങ്ങൾക്കും വ്യത്യസ്തമായ ഭക്ഷണങ്ങൾക്കും അഡാപ്റ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളത് കൊണ്ടാണ് ഈ 20 ലക്ഷം വർഷക്കാലം മനുഷ്യന്മാർ ഈ ഭൂമുഖത്തുണ്ടായത് തന്നെ. മനുഷ്യർ ഇത്രയും കാലം കൊണ്ട് പലതരം ഭക്ഷണ രീതികളോട് അഡ്ജസ്റ്റഡ് ആയി പലതരം ഭക്ഷണ രീതികളിലൂടെ കടന്നു പോയിട്ടുള്ളവരാണെന്ന് പറയുമ്പോൾ ആദ്യമായി അഭിമുഖീകരിക്കുന്ന 2 പ്രോബ്ലംസ് ഉണ്ട്. ഒന്ന്, ഭക്ഷണത്തിൻ്റെ ഓവർ സപ്ലൈ. അടുത്തൊരു പ്രശ്നം റിഫൈൻഡ് ഫുഡുകൾ. റിഫൈൻഡ് ഫുഡ് എന്ന് പറഞ്ഞാൽ ഗോതമ്പ് ഒരു ഓൾ ഫുഡാണ്, പക്ഷേ അതിൽ നിന്നുണ്ടാകുന്ന മൈദ പലതരം പ്രോസസ്സ് ചെയ്തിട്ട് ഉണ്ടാകുന്നത്. അതായത് മൈദ ഒരു റിഫൈൻഡ് ഫുഡാണ്. തേങ്ങ ഒരു ഓൾ ഫുഡ് ആകുമ്പോൾ അതിൽ നിന്ന് എടുക്കുന്ന വെളിച്ചെണ്ണ റിഫൈൻഡ് ഫുഡാണ്. ഈ റിഫൈൻഡ് ഫുഡും ഈ റീസെൻ്റ്ലി ആണ് ഉണ്ടായിട്ടുള്ളത്. അപ്പം ഈ കൂടുതൽ ഭക്ഷണം കഴിക്കുന്നതും അമിതമായി റിഫൈൻഡ് ഫുഡുകൾ ഉപയോഗിക്കുന്നതും മനുഷ്യരുടെ ആരോഗ്യത്തെ ബാധിക്കും. അപ്പം എന്ത് കഴിക്കുന്നു, അതായത് ഏത് തരം കാർണിവോറസ് ഡയറ്റാണോ ഒമാഡ് ഡയറ്റാണോ ഏത് ഡയറ്റാണോ ഫോളോ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ പ്രധാനം എത്രമാത്രം കഴിക്കുന്നു എന്നുള്ളതും എത്രമാത്രം റിഫൈൻഡ് ഫുഡ് കഴിക്കുന്നു എന്നുള്ളതും പ്രധാനമാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള തരം ഡയറ്റുകൾ ഫോളോ ചെയ്തോളൂ, പക്ഷേ അതിൻ്റെ അകത്ത് ഈ പലപ്പോഴും റിഫൈൻഡ് ഫുഡുകളെ പരമാവധി കുറയ്ക്കുക, ഇല്ലാതാക്കാൻ നമ്മളെ കൊണ്ട് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. റിഫൈൻഡ് ഫുഡുകൾ പരമാവധി കുറയ്ക്കുക, പിന്നെ കഴിക്കുന്നത് മിതമായി കഴിക്കുക. അപ്പം നമുക്ക് നമ്മുടെ ആരോഗ്യത്തെ ഒരു പരിധിവരെ സംരക്ഷിക്കാനായിട്ട് സാധിക്കും.